Okay, guys, we have here like the most delicious food in Kerala. My friend here cooking, so you should come and try literally like non-veg, like eggs, chicken, very chicken, so perfect. ചേച്ചി ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്തൊക്കെയാ ഉള്ളത്? സ്പെഷ്യൽ ഐറ്റം മീനച്ചാറ്, കപ്പ, മീൻകറി. ഇതാണ് ഏറ്റവും ഡിമാൻഡ് ഉള്ളത്. ബാക്കി സാധാരണ ഇവിടെ ഏതൊക്കെ ഐറ്റം ഉണ്ടാവും? ദോശ, ഇടിയപ്പം, അപ്പം, മട്ടൻ സൂപ്പും നല്ല ഇതാണ്. പിന്നെ എന്നിട്ട് ബീഫ് അച്ചാറ് അതൊക്കെ പറയണ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. പിന്നെ ചിക്കൻ പക്കോട ഉണ്ട്, പിന്നെ ചിക്കൻ കറി, ചപ്പാത്തി, ബറോട്ട. തിരുവനന്തപുരത്ത് മീനച്ചാറ് കൊണ്ട് ഫേമസ് ആയ ഒരു തട്ടുകട ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ? എന്നാൽ ആ ഒരു തട്ടുകടയാണ് ഇന്നത്തെ വീഡിയോ. ചേച്ചി ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞു. മീനച്ചാറ് തുടങ്ങിയിട്ട് എത്ര നാളാവും? മീനച്ചാറ് തുടങ്ങിയ സമയത്ത് തന്നെ തുടങ്ങിയായിരുന്നു. 2-3 ഓർഡറൊക്കെ ഉണ്ടായിരുന്നു, വീട്ടിലിരുന്ന് ചെയ്ത് കൊടുക്കുമായിരുന്നു. പിന്നെ ഈ തട്ട് തുടങ്ങിയപ്പോൾ അതിനെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ പാചകത്തിൽ ചേച്ചിക്ക് നേരത്തെ താല്പര്യം ഉണ്ടായിരുന്നോ? എനിക്ക് പാചകമാണ് ഇഷ്ടം. മുന്നേ എവിടെയെങ്കിലും കട ഉണ്ടായിരുന്നു ഇവിടെ തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട്? ഇല്ല, വീട്ടിൽ ചെറിയ ഓർഡറുകൾ എടുത്ത് ചെയ്യുമായിരുന്നു. പിന്നെ അടുത്ത് കുറച്ച് ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു, അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ പറയണത് അനുസരിച്ചൊക്കെ ചെയ്തു കൊടുക്കും. ഓർഡർ അനുസരിച്ച് മുന്നേ ചെയ്യായിരുന്നു. അതൊരു 10 വർഷം കൊണ്ടേ ഉണ്ട്. മീനച്ചാറിന് ഇപ്പോൾ ഓർഡർ വരുന്നുണ്ടോ? മീനച്ചാറിന് ഇപ്പം നല്ല ഇതുണ്ട്. എന്ന് വെച്ചാൽ ഡെയിലി വെക്കും. വിഴിഞ്ഞത്തൊക്കെ പോയാണ് മീൻ എടുത്ത് കൊണ്ടുവന്ന് വെച്ച് അത് അച്ചാറ് കറിയും വെക്കും. തലക്കറി, ചൂരക്കറി അത് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് മീനച്ചാറിനുള്ളത് എടുക്കും. അപ്പം ഡെയിലി മീൻ വേണം. തലക്കറി ഉണ്ട്. ഉച്ചയ്ക്ക് ഉണ്ട്, വൈകിട്ടും ഉണ്ടായിരുന്നു. ഇപ്പം ഉച്ചയ്ക്ക് ഊണും കൂടി തുടങ്ങിയപ്പോൾ വൈകിട്ട് കുറച്ച് ഇതാണ്. പിന്നെ പച്ച മീൻ കിട്ടുമ്പോഴേ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ? മീൻ കിട്ടാൻ വിഴിഞ്ഞത്ത് പോയി ആഴ്ചയിൽ 3 ദിവസം പോവും. പിന്നെ കരമന ഒരു മാമൻ അവിടെ നിന്നാണ് പൂന്തറന്നൊക്കെ മീനെടുക്കും. അപ്പോൾ ആ മാമൻ അടുത്ത് വിളിച്ച് പറയുക, മാമൻ പിന്നെ കട്ട് ചെയ്തൊക്കെ വെക്കും. അങ്ങനെയൊക്കെ പോയി വാങ്ങും. രാവിലെ എത്ര മണിക്ക് ഇവിടെ തുറക്കും? ഇവിടെ രാവിലെ ചേട്ടൻ വന്ന് ഒരു 9 മണിക്ക് തുറന്ന് എല്ലാം ഇതൊക്കെ ആക്കി ഒരു 11 മണിയാകുമ്പോൾ ഊണിൻ്റെ സമയം. 11 മണിക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്ന പാഴ്സലാണോ ആൾക്കാർ കഴിക്കാൻ വരുന്നത്? ഏറ്റവും കൂടുതൽ പോണ പാഴ്സലും പോവും. പിന്നെ ഇവിടെ വന്നിരുന്ന് കഴിക്കുകയും ചെയ്യും. ഊണിനൊപ്പം എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരിക്കും ഒരു ഊണിന്? അവിയൽ, തോരൻ, മാങ്ങാച്ചാർ ഇല്ലെങ്കിൽ നെല്ലിക്ക അച്ചാർ, നാരങ്ങ അച്ചാർ, ഏതെങ്കിലും ഒരു അച്ചാർ. പിന്നെ കപ്പ, ചക്ക ഉള്ള സമയത്ത് ഇപ്പൊ ചക്ക സീസൺ ആണല്ലോ, അപ്പം 1-2 ഒരിക്കൽ ചക്കയൊക്കെ കാണും. പിന്നെ മീൻകറി, പുളിശ്ശേരി. ഇവിടുത്തെ ഫേമസ് പുളിശ്ശേരി, മീനച്ചാർ, ആ ഒരു ഇതാണ്. പുളിശ്ശേരി വളരെ ഫേമസ് ആണ്. പുളിശ്ശേരി. പിന്നെ തീയല്. ഇപ്പൊ വൈകിട്ട് സാമ്പാറിന് പോലെ എല്ലാവർക്കും തീയലാണ് ഇവിടെ ഇഷ്ടം. അപ്പൊ എന്നും ഇവിടെ തീയലാണ് വെച്ചുകൊണ്ടിരുന്നത്. പിന്നെ കുറച്ച് ദിവസം സാമ്പാറാക്കും, പിന്നെ കുറച്ച് ദിവസം തീയലാക്കും, തിരിഞ്ഞും. പിന്നെ ഡെയിലി പുളിശ്ശേരി കാണാം. മീനച്ചാറ് ചേച്ചിയുടെ തന്നെ റെസിപ്പിയാണോ? പിന്നെ വേറെ ഒന്നും അതിൽ ആഡ് ചെയ്യൂല. പിന്നെ വെളിച്ചെണ്ണയിൽ ചെയ്യും. വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി വെളുത്തുള്ളി ഇഞ്ചിയും ഇട്ട്. പിന്നെ വിനാഗിരി ഒഴിക്കത്തില്ല. വിനാഗിരി ഒഴിക്കൂല. അത് പിന്നെ വെളിച്ചെണ്ണയിലാണ് ചെയ്യണമെങ്കിൽ അതൊരു 2 ആഴ്ചയൊക്കെ ഇരിക്കും. പിന്നെ ചിലവർ നല്ലെണ്ണയിൽ ചെയ്യാൻ പറയും, അതൊരു മാസം വരെ. അതും വിനാഗിരി ഒന്നും ഒഴിക്കൂല. നമ്മുടെ ആവശ്യാനുസരണം നല്ലെണ്ണയിലോ വെളിച്ചെണ്ണയിലോ ചെയ്തു കൊടുക്കും. പിന്നെ കൊഞ്ചച്ചാറ്, പിന്നെ ബീഫ് അച്ചാറൊക്കെ അവർ ഓർഡർ തരുന്നതിനനുസരിച്ച് ചെയ്യും. പിന്നെ വെള്ളിയാഴ്ച ദിവസം ഇവിടെ ഒരു ചോറില്ലായിരുന്ന സമയത്ത് എല്ലാ വെള്ളിയാഴ്ചയും ഞണ്ടും കൊഞ്ചും ഇതൊക്കെ ഉണ്ടായിരുന്നു. അത് നല്ല സെയിലാണ്. അതിന് നല്ല ഞണ്ട് പെരട്ട്, കൊഞ്ച് തീയൽ. ഇവിടെ ഫേമസ് കൊഞ്ച് തീയലുമായിരുന്നു. വെള്ളിയാഴ്ച ദിവസം കൊഞ്ച് തീയലായിരുന്നു. അത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു. ഇപ്പൊ ഊണും കൂടി തുടങ്ങിയപ്പം മീൻ കിട്ടുന്നതനുസരിച്ച് കൊഞ്ച് കിട്ടണമെങ്കിൽ അത് തീയലായിട്ട് വെക്കും. അങ്ങനെ 11 മണിക്ക് കട തുറക്കുമ്പോഴത്തേക്ക് ഊണാണ് മെയിൻ. കാപ്പി ഉണ്ടാകാറില്ല. എല്ലാരും കൊണ്ടുപോകും, ചോദിക്കും. പിന്നെ ഇടയ്ക്ക് ചപ്പാത്തി വാങ്ങി വയ്ക്കും. അപ്പൊ ചപ്പാത്തിയും ചിക്കൻ കറിയും കഴിക്കണവർ കഴിക്കും. പിന്നെ ഊണ് കഴിക്കണവർ കഴിക്കും. പിന്നെ കപ്പ, മീൻ കറിയൊക്കെ കഴിക്കണവർ കഴിക്കും. അപ്പൊ ഊണ് ഒരു 1-2 മണിയൊക്കെ ആകുമ്പോൾ നമ്മളിത് കുറെ പ്രതീക്ഷിച്ച് വെക്കൂല. ഇപ്പൊ മഴക്കാലം കൂടി ആയതുകൊണ്ട് അപ്പൊ അതുകൊണ്ട് അതിനുശേഷം നമ്മൾ എന്തെങ്കിലും കരുതും. വിശന്ന് പറഞ്ഞവർക്ക് എന്തെങ്കിലും ഇപ്പൊ കപ്പ, മീൻകറി കഴിക്കണവർക്ക് ഇല്ലെങ്കിൽ ചപ്പാത്തി, ചിക്കൻ കറി അങ്ങനെ കൊടുക്കും. അതിനുശേഷം ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു കട വൈകിട്ട് 3 മണിക്ക് വൈകിട്ട് 3 മണിക്ക് തുറക്കത്തുള്ളൂ.
തുറക്കത്തില്ല, ഓപ്പണായി തന്നെ ഇരിക്കും. ആരെന്ത് വന്ന് ചോദിച്ചാലും സാധനം ഉണ്ടെങ്കിൽ കൊടുക്കും. പിന്നെ 3 മണിക്ക് ചായ ഉണ്ട്, വട ഐറ്റം. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ദോശ, ഇടിയപ്പം, പിന്നെ പുട്ടൊക്കെ ഉണ്ടായിരുന്നു, അരിപ്പുട്ട്, ഗോതമ്പുട്ട് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസിൻ്റെ ആ പ്രശ്നം കണ്ട് ആ പുട്ട് ഒഴിവാക്കി. പിന്നെ അത് ചെയ്യണം, പിന്നെ അത് ചെയ്ത് ഐറ്റംസ് മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഈ കട ഫേമസ് ആവുന്നത് മീനച്ചാറിന്റെ തന്നെ. മീനച്ചാറിൻ്റെയിലാണ് ഫേമസ് ആവുന്നത്. വൈകിട്ടാണ് മട്ടൺ സൂപ്പ് കൂടെ ഉണ്ടാവുക. പിന്നെ അതും ഒരു 7 മണിയൊക്കെ ആകുമ്പം പിന്നെ അങ്ങ് ഇപ്പം ഇന്ന് തീർന്നു എന്ന് പറഞ്ഞ് നാളെ അത് ക്വാണ്ടിറ്റി കൂട്ടുന്നില്ല. അതേ ഇതിൽ തന്നെ ചെയ്തു പോവാം. തീരുമ്പോൾ ആ സാധനം അങ്ങ് തീർന്നു. പിന്നെ അടുത്ത സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യും. ഞാൻ തിരുവനന്തപുരത്ത് വരുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ട് കഴിക്കുന്ന ഒരു കടയാണ്. നല്ല ഭക്ഷണമാണ്, നല്ല ഭക്ഷണമാണ്. അത് ഉച്ചയ്ക്കായിരുന്നാലും ശരി, ഈവനിങ്ങിൽ. പക്ഷെ ഞാൻ പലപ്പോഴും ഈവനിങ്ങിലാണ് ഇവിടെ എത്തുന്നത്. ആ സമയത്ത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ്. ഏത് ഭക്ഷണമായിരുന്നാലും ഞാനങ്ങനെ വെറൈറ്റി ഭക്ഷണം നോക്കുന്ന ആളല്ല. പക്ഷെ എന്താണോ ഉള്ളത് അത് ഞാൻ സ്വാഭാവികമായിട്ട് കഴിക്കാറുണ്ട്. ചില സമയത്ത് ഞാൻ പാഴ്സൽ വാങ്ങിയിട്ട് പോകാറുണ്ട്. നല്ല ഭക്ഷണമാണ്. ചേച്ചിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? എൻ്റെ പേര് സൗമ്യ. ഇവിടെ അടുത്ത് തന്നെ അടുത്താണ്. ഫാമിലി ഒപ്പം ഉണ്ടോ ഈ ഒരു കട സപ്പോർട്ട് ചെയ്യാൻ? കൂടുതൽ എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കണതിന് എൻ്റെ ഭർത്താവ്, എൻ്റെ ചേട്ടനാണ്. ആളൊപ്പം കടയിലെ കാര്യങ്ങളെല്ലാം? കടയിൽ രാവിലെ വരും, 9 മണിക്ക് വന്ന് വെള്ളം എടുക്കും. കടയിൽ എല്ലാ കാര്യവും ഒതുക്കലും പറക്കലും എല്ലാം നല്ല രീതിയിൽ ചെയ്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഷീറ്റ് ഇതെല്ലാം ടാർപ്പയൊക്കെ കെട്ടി എല്ലാം ഒതുക്കി വെക്കുമ്പോഴാണ് 11 മണിക്ക് ഫുഡ് ആയിട്ട് വരുന്നത്. ചേട്ടനാണ് ആദ്യം എത്തി ഇതെല്ലാം അറേഞ്ച് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ചേച്ചി ഫുഡ് ഇവിടെ എത്തിച്ചിട്ട് കച്ചവടം തുടങ്ങുന്നത്. ചേച്ചി ഈ സ്ഥലം കറക്റ്റ് പറഞ്ഞാല് നമ്മുടെ ഈ കട കറക്റ്റ് മനസ്സിലാവണം. നീർമൺകര കദർ TVSന്റെ ഓപ്പോസിറ്റ്, റെനോൾഡിന്റെ ആ സൈഡിൽ തന്നെ കദർ TVSന്റെ നേരെ ഓപ്പോസിറ്റ്. ഈ മട്ടൺ സൂപ്പ് തുടങ്ങിയിട്ട് കുറെ നാളായോ? മട്ടൺ സൂപ്പ് ഒരു വർഷം അടുപ്പിച്ചായി. കട തുടങ്ങി ഒരു 2 മാസം കഴിഞ്ഞപ്പം മട്ടൺ സൂപ്പും തുടങ്ങി. മട്ടൺ സൂപ്പ് എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? 50 രൂപ. 50 രൂപയ്ക്ക് ഇവിടെ കിട്ടും? 50 രൂപയ്ക്ക് വില കുറവാണ്. എനിക്ക് അതൊരു 7 മണിയൊക്കെ ആകുമ്പോൾ പാഴ്സലാണ് കൂടുതലും പോണത്. ബാക്കി വൈകിട്ട് ദോശ, ഇടിയപ്പം, ചമ്മന്തി, മുളക് ചമ്മന്തി, പപ്പടം, രസവട, പിന്നെ തീയലും അതിനൊപ്പം ഉണ്ടാവും വൈകിട്ട്. തീയലും വൈകിട്ടുണ്ട്. സാമ്പാർ ആരും അങ്ങനെ സാമ്പാർ വേണ്ടെന്ന് പറയും. പിന്നെ അതുകൊണ്ട് ഞാൻ പിന്നെ തീയൽ, വറുത്തരച്ച തീയൽ. തിരുവനന്തപുരം തട്ടുകടയിലെ ഒരു ഫേമസ് ഐറ്റം ആണല്ലോ. തിരുവനന്തപുരത്താണ് രസവടയ്ക്ക് പേര് കേട്ടത്. അതുണ്ടാവും, രസവട ഉണ്ടാവും. പിന്നെ എല്ലാവരും ചിലവര് മീൻകറി കഴിച്ചവര് ദോശയിലൂടെ മീൻകറി മതി എന്ന് പറയും. അതും കൂട്ടിയാണ് കഴിക്കണത്. പിന്നെ മീൻകറിയും ഉണ്ടാവും വൈകിട്ട്. കപ്പയും മീൻകറി. വൈകിട്ട് എത്ര മണി വരെ ഉണ്ടാവും? വൈകിട്ട് ഒരു 10 മണി, മാക്സിമം 10-10:30 വരെ വെക്കണമെന്നാണ്. പക്ഷെ 9 മണിക്ക് പാഴ്സലൊക്കെ പോയി 9 മണിക്ക് തീരും. നമ്മുടെ കയ്യിലുള്ള ഐറ്റംസ് എല്ലാം തീരും. പിന്നെ വീടെത്തുമ്പോൾ 11:30 ആവും. കുക്കിംഗ് തുടങ്ങുന്നത് എത്ര മണിക്കാണ്? കുക്കിംഗ് രാവിലെ എഴിച്ച് മീൻ വാങ്ങാനും ഒരു 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 5 മണിക്ക് തുടങ്ങിയാലേ 11 മണിക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. പൊതിച്ചോറൊക്കെ വീട്ടിൽ നിന്ന് തയ്യാറാക്കിയല്ലേ ഇവിടെ എത്തിക്കുന്നത്? ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വെച്ച് തന്നെ വരുന്ന കസ്റ്റമേഴ്സിന് മുന്നിൽ വെച്ച് തന്നെ പൊതിഞ്ഞ് കൊടുക്കണം. കുറച്ച് ചോറ് മതി, ഇത്രയും മതി, കറികൾ അത്രയും മതി എന്നൊക്കെ പറഞ്ഞു ആവശ്യാനുസരണം തന്നെ പോയി അത് കറിയുടെ അളവ് കൂട്ടി കുറച്ചൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. നല്ല ഭക്ഷണമാണ്, ഞാൻ സ്ഥിരം കഴിക്കുകയാണ്. നല്ല ആഹാരമാണ്. അതിലെ പുളിശ്ശേരി കാര്യങ്ങൾ, ഇറച്ചിയായിരുന്നാലും മീനായിരുന്നാലും മീൻ കറി പൊരിച്ചായാലും ഊണെല്ലാം നല്ല വില കുറവുണ്ട്. ചേച്ചി ഭാവിയിലെ പുതിയൊരു ഐറ്റം ഇവിടെ ഉൾപ്പെടുത്താൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? എന്നുവെച്ചാൽ എനിക്ക് കൂടുതൽ നാടൻ ഭക്ഷണം ഉണ്ടാക്കാൻ ആഗ്രഹം. പഴയ കാലത്തുള്ള സാധനങ്ങൾ ഉണ്ടാക്കും. വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് നമ്മളിപ്പം എല്ലായിടത്തും തട്ടുദോശ എല്ലാം ഉണ്ടല്ലോ. വെറൈറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കപ്പെടും. അപ്പൊ അതനുസരിച്ച് ആൾക്കാര് കഴിച്ചിട്ട് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് പോവും. പിന്നീട് ആ ഫാമിലിയൊക്കെ വരും. അങ്ങനെ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് ഊണ് തീരും. അപ്പൊ അത്രയും നല്ല ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ വന്ന് വാങ്ങിച്ച് കഴിക്കുന്നത്. അത്രയും ഡിമാൻഡ് ഉണ്ട്. അത്രയും ഇതുണ്ട്. അത്രയും നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ടാണ് വേറെ കുഴപ്പമില്ലാത്തത്. ചേട്ടന് ഇഷ്ടപ്പെട്ട എന്ത് സാധനം ഇവിടുത്തെ? എനിക്ക് ഇവിടെ കപ്പയും മീൻകറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കപ്പയും മീൻകറി. ചേച്ചി ഏത് മീനിലാണ് അച്ചാർ ഉണ്ടാക്കുന്നത് ഇവിടെ? മീനച്ചാറിൽ ഏത് മീനൊക്കെ? മീനച്ചാറ് ചൂരയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉണ്ടാക്കുന്നത്. ഡെയിലി മീനച്ചാറ് ചൂരയാണ് ഉൾപ്പെടുത്താറ്. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും കൊഞ്ച് വേണം, ബീഫ് വേണമെന്ന് പറയുമ്പോൾ ബീഫ് അച്ചാറും കൊഞ്ചച്ചാറും ആ സമയത്ത് ആവശ്യപ്പെടുന്നതനുസരിച്ച് റേറ്റ് കൂടുതലല്ലേ, അപ്പൊ അതിനനുസരിച്ച് ചെയ്യും. അതിന്റെ വിലയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഡെയിലി മീൻ തലക്കറി ഉണ്ട്. മീൻ തലക്കറി ഡെയിലി ഉണ്ട്. ഏത് മീനിന്റെ തല ഇവിടെ കൊടുക്കുക? ചൂരത്തലക്കറി. കപ്പ ചൂരത്തല. ചിലപ്പം പുട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ പുട്ടും മീൻകറിയുമാണ്. പുട്ടും തലക്കറിയും. പിന്നെ കപ്പയായപ്പോഴത്തേക്ക് കപ്പയായി.
കപ്പയോടൊപ്പം മീൻകറി ഉൾപ്പെടുത്തി കൊടുക്കും. നല്ല ഭക്ഷണമാണ്, നല്ല വൃത്തിയോടെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ചിക്കൻ ആയിരുന്നാലും ബീഫ് കറി ആയിരുന്നാലും മരിച്ചിനി ഉടച്ചു വരുന്നത് ആഹാരം നല്ല വൃത്തിയുണ്ട്. ധൈര്യമായിട്ട് അത് കഴിക്കാം. വീട്ടിൽ വൈഫ് ഇല്ലാത്ത ദിവസങ്ങളിൽ നമ്മളാണ് കഴിക്കുന്നത്. പാർസലുണ്ട്. ഹസ്ബൻഡ് അല്ലാതെ ഇവിടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ട്, ഒരു കൂടപ്പറപ്പിനെ പോലെ ചേച്ചി. രാവിലെ വീട്ടിൽ 7 മണിക്ക് വരും, എല്ലാം കുക്ക് ചെയ്ത് വീട്ടിൽ വെച്ച് ഭക്ഷണം തയ്യാറാക്കാൻ ഉണ്ടാവും. പിന്നെ 10 മണിക്ക് ആ ചേച്ചി വീട്ടിൽ കൊണ്ടുപോയി ഒരു 5 മിനിറ്റ് വരെ താമസിപ്പിക്കാതെ പെട്ടെന്ന് വിളിച്ചിട്ട് വന്ന് കടയിൽ വന്ന് പിന്നെ ആ ചേച്ചിയാണ് പാഴ്സലൊക്കെ പൊതിഞ്ഞ് എല്ലാവർക്കും കൊടുക്കണത്. ഒരു 11 മണിയാകുമ്പോൾ പാഴ്സൽ കൊടുക്കാനായിട്ട് ഒപ്പം ഉണ്ടാവും, ചേച്ചി ഉണ്ടാവും. ഒരു ചേച്ചി എന്ന് പറഞ്ഞ ഒരു കൂടപ്പറപ്പാണ്. ചേച്ചി ഫുൾ ടൈം ഉണ്ടാവും, രാത്രി കട അടയ്ക്കുന്നവരുണ്ടാവും. രാത്രി കട അടച്ച് ഞാൻ ചേച്ചി വീട്ടിൽ കൊണ്ടാക്കും. 11 മണി വരെ 11 മണി 12 മണി ആയാലും ആ ചേച്ചി ഞാൻ കൊണ്ടാക്കിയാലും ആ ചേച്ചി ഒപ്പം ഉണ്ടാവും. അപ്പം ഹസ്ബൻഡും ആ ചേച്ചിയാണ് ഒപ്പം ഉള്ളത്. നിങ്ങൾ 3 പേരാണ് ഈ കടയിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേച്ചി, താങ്ക് യു.